നാടൻ കോഴി വളർത്തൽ മറ്റുള്ള കോഴി വളർത്തലുകളേക്കാൾ ലാഭകരമാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം മറ്റുള്ള കോഴി വളർത്തലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് മുട്ടക്കോഴി വളർത്തലും ഇറച്ചിക്കോഴി വളർത്തലും. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴി വളർത്തൽ എന്ന് പറയുന്ന ഒരു വിഭാഗം മുട്ടക്കോഴി വളർത്തലും ഇറച്ചിക്കോഴി വളർത്തലുമാണ്. ഈ മുട്ടക്കോഴി വളർത്തലും ഇറച്ചിക്കോഴി വളർത്തലും ചെറിയ ലാഭമുള്ള പരിപാടിയാണ്. അതായത് ഒരു കോഴിമേൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ ചെറിയ വരുമാനമാണ്. പക്ഷേ ആ കോഴികളുടെ പ്രത്യേകത കാരണം വലിയ രീതിയിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഒക്കെ എണ്ണം ഒരുമിച്ച് വളർത്താൻ പറ്റും വലിയ ബുദ്ധിമുട്ടില്ലാതെ. അപ്പോൾ അങ്ങനെയാണ് ആ കോഴി വളർത്തലിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ ഏരിയയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോഴികളെ ഒരുമിച്ച് വളർത്തി ഓരോ കോഴിയിൽ നിന്നും ലാഭം ചെറുതാണെങ്കിലും ഇത്രയും കോഴികളാവുമ്പം വലിയ ലാഭം കിട്ടുന്ന രീതിയിലാണ് അത് വളർത്തുന്നത്. മാത്രമല്ല അതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് വളരെ എളുപ്പമാണ്. കാരണം ഡെയിലി ആളുകൾക്ക് ഭക്ഷണാവശ്യത്തിന് വേണ്ട കോഴിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എളുപ്പം മാർക്കറ്റ് ചെയ്യാം, അതുപോലെ കുറേ എണ്ണത്തിനെ വളരെ എളുപ്പത്തിൽ വളർത്താം. ഇതൊക്കെയാണ് ആ കോഴിയെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്താൻ കാരണം. അല്ലാതെ ഒരു കോഴിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കാരണമല്ല അതിനെ കൂടുതലായിട്ട് ആളുകൾ വളർത്തുന്നത്. നിങ്ങൾക്കറിയാം, ലഗോൺ കോഴിയും അതുപോലെ ബ്രോയിലർ കോഴിയാണ്. പിന്നെ മറ്റ് പല മുട്ടക്കോഴികളുണ്ട്. പക്ഷേ ഏറ്റവും പ്രചാരണത്തിലുള്ളത് ലഗോൺ കോഴി തന്നെയാണ്. പിന്നെ അടുത്ത വിഭാഗം എന്ന് പറയുന്നത് കരിങ്കോഴികളാണ്. അതായത് അതൊരു പ്രത്യേക വിഭാഗമാണ്. ആളുകൾ എന്തോ ഔഷധ ഗുണമുണ്ട് എന്ന് കരുതിയിട്ട് ഉപയോഗിക്കുന്ന കോഴിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുട്ടയ്ക്കും ഇറച്ചിക്കും വളരെ വില കൂടുതലാണ്. പക്ഷേ മാർക്കറ്റിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മരുന്ന് ഉണ്ടാക്കുന്ന ആളുകൾ, അതുപോലെ ഇതിൻ്റെ ഔഷധ ഗുണത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർ മാത്രമാണ് അതിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല മുട്ടയൊക്കെ 40 ഒക്കെ രൂപയുണ്ടെന്ന് പറയപ്പെടുന്നു, ഇറച്ചിക്കും നല്ല വിലയുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അപ്പോഴും മാർക്കറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കാൻ സാധ്യത കൂടുതലാണ് കരിങ്കോഴിയിൽ. പിന്നെയുള്ളത് ഫാൻസി കോഴികളാണ്. ആ കോഴി വിഭാഗത്തിൻ്റെ ലാഭം വളരെ കൂടുതലാണ്. കാരണം 2000 മുതൽ 20,000 രൂപ വരെയൊക്കെ വില പറയുന്നുണ്ട്. അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് തന്നെയാണ്. കാരണം ഇത്രയും വിലയുള്ള കോഴികളെ ബ്രീഡേഴ്സും അതുപോലെ അത്രയേറെ ആ കോഴികളോട് താല്പര്യമുള്ള ആളുകളെ വളർത്തുള്ളൂ. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് പോലും കോഴികളെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അപ്പം ഫാൻസി കോഴി ഷോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വളർത്തുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഷോ മത്സരത്തിന് വേണ്ടിയിട്ട് ബ്രീഡേഴ്സ്, ഇവരൊക്കെയാണ് അതിൻ്റെ പ്രധാന മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർ പൊതുവേ ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഡെലിവറിയും മറ്റ് ഡെലിവറിയിലൂടെയൊക്കെ അവർക്ക് വേണ്ട കൃത്യമായ കസ്റ്റമറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കോഴികളുടെയൊക്കെ ഒന്നെങ്കിൽ വലിയ വില കാരണം, മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം, അല്ലെങ്കിൽ വളരെ അധികം എണ്ണം വളർത്തിയാലേ ലാഭകരമാവൂ എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ വളർത്താനും മാർക്കറ്റ് ചെയ്യാനും പറ്റുന്ന ഒന്ന് എന്ന് പറയുന്നത് നാടൻ കോഴി വളർത്തലാണ്. ഇറച്ചിക്കും മുട്ടയ്ക്കും നാടൻ കോഴികളെ വളർത്തിയിട്ട് ലാഭം ഉണ്ടാക്കാമെന്നൊന്നും ആരും കരുതരുത്. കാരണം ഒന്നാമത്തത് ലഗോൺ കോഴി ഇടുന്നത് പോലെ മുട്ടയിടില്ല. പക്ഷേ ലഗോൺ കോഴിയുടെ മുട്ടയേക്കാൾ ഇരട്ടി വിലയുണ്ട് നാടൻ കോഴി മുട്ടയ്ക്ക്. ഇറച്ചിയുടെ കാര്യത്തിൽ ബ്രോയിലർ കോഴി 45 ദിവസം കൊണ്ട് ഇറച്ചിക്കാവും 2 കിലോ തൂക്കം എത്തും. നാടൻ കോഴിക്ക് ശരീരഭാരം കുറവാണ്. ഇനി ആ ഭാരത്തിൽ എത്തണമെങ്കിൽ തന്നെ 6 മാസം എടുക്കും. അപ്പോൾ ഇറച്ചിക്കോ മുട്ടയ്ക്കോ നാടൻ കോഴി വളർത്തി വിറ്റ് കഴിഞ്ഞാൽ ഒരു രീതിയിലും അത് മുതലാവില്ല, അല്ലെങ്കിൽ ലാഭകരമാവില്ല. അതുകൊണ്ട് തന്നെ നാടൻ കോഴി ലാഭകരമാവണമെങ്കിൽ അതിൻ്റെ മാർക്കറ്റിങ്ങും അതുപോലെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശവും മറ്റൊന്നായിരിക്കണം. പണ്ട് കാലത്ത് നാടൻ കോഴി വളർത്തിയത് മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി ആയിരുന്നെങ്കിൽ ഇപ്പം അതിനെ വളർത്തുന്നത് പല ആളുകളും ഹോബി എന്ന നിലയിലാണ്. കേരളത്തിൽ പല വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ശതമാനം ആളുകൾ നാടൻ കോഴിയെ ഹോബിയായിട്ട് വളർത്തുന്നുണ്ട്. അതായത് നാടൻ കോഴിക്ക് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുടെ ഇടയിലും ഡിമാൻഡ് ഉണ്ട്. സർക്കാർ ജോലി ആയിക്കോട്ടെ, പ്രൈവറ്റ് ജോലിക്കാരായിക്കോട്ടെ, വിദ്യാഭ്യാസമുള്ളവരായിക്കോട്ടെ, വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളായിക്കോട്ടെ, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളായിക്കോട്ടെ, കൊച്ചി പോലെയുള്ള നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാവട്ടെ, ഇവരുടെയൊക്കെ ഇടയിൽ നാടൻ കോഴിക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നാടൻ കോഴി ഇവരുടെ ഇടയിലൊക്കെ ഇത്രയും പ്രാധാന്യം കിട്ടാൻ കാരണം അതിന് അടയിരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതും, അത് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കാണുന്നത് ഇതിനെ വളർത്തുന്ന ആളുകൾക്ക് മാനസികമായിട്ട് സന്തോഷം നൽകുന്നു എന്നുള്ളതുമാണ്. അതായത് മറ്റുള്ള കോഴികൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത നാടൻ കോഴികൾക്കുണ്ട്. അത് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കാനുള്ള കഴിവുണ്ടെന്നും അതിനെ നോക്കി വളർത്താനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അതേസമയം മറ്റുള്ള കോഴികൾക്കെല്ലാം ഉള്ള പ്രത്യേകതയും നാടൻ കോഴിക്കുണ്ട്. മുട്ടയ്ക്കും ഇറച്ചിക്കും വളർത്താം, ബ്രോയിലറും ലഗോണും പോലെ. ആളുകൾ കരിങ്കോഴിയെ പോലെ അത്രയ്ക്കില്ലെങ്കിലും ചെറിയ രീതിയിൽ ഔഷധ ഗുണമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. നാടൻ കോഴികളിൽ പുള്ളിക്കോഴി എന്ന ഒരു വിഭാഗം വന്നതോടുകൂടെ ഫാൻസി കോഴികൾക്കും നാടൻ കോഴി ഒരു വെല്ലുവിളിയായിരിക്കുകയാണ്. ഫാൻസി കോഴികൾ എല്ലാം ഒരേപോലെ ഉണ്ടാവും. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗം ഫാൻസി കോഴികൾ എടുത്താൽ, മില്ലി ഫ്ലവറോ സിബ്രറ്റോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രത്യേകത അതിലെ കുഞ്ഞുങ്ങളും വലുതും പൂവനും പെടയും ഒക്കെ ഒരേ കളറും ഒരേ രൂപമുള്ളതായിരിക്കും. പക്ഷേ നാടൻ കോഴിയിൽ അങ്ങനെയല്ല. നാടൻ കോഴിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയുണ്ട്, അതുപോലെ റെഡ്
പുള്ളികളുണ്ട്, അതുപോലെ ചാരപ്പുള്ളികളുണ്ട്. ഇനി കളറിൻ്റെ പ്രത്യേകത മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോഴികളിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത ശരീര ഭംഗിയുള്ള കോഴികളെയും കാണാൻ പറ്റും. തൂവല് മുള്ളു പോലെ തെറിച്ചു നിൽക്കുന്ന മുള്ളൻ കോഴികളുണ്ട്, തലയിൽ തൊപ്പിയുള്ള തൊപ്പിക്കോഴികളുണ്ട്, ചെറിയ കാലുള്ള കുറുങ്കാലികളുണ്ട്, കഴുത്തിൽ തൂവലില്ലാത്ത നേക്കിഡ് നെക്ക് കോഴികളുണ്ട്, വലിയ വാലുള്ള പൂവൻ കോഴികളും പെടക്കോഴികളുമുണ്ട്, അതുപോലെ താടിക്കോഴികളുണ്ട്. അപ്പോൾ ഇതുപോലെ ഭംഗിയുടെ കാര്യത്തിൽ, അതുപോലെ ശരീരത്തിൻ്റെ പ്രത്യേകതകളുടെ കാര്യത്തിൽ, പിന്നെ പ്രതിരോധശേഷിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഉയർന്ന ക്വാളിറ്റി കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ നാടൻ പുള്ളി ഇനത്തിൽപ്പെട്ട കോഴികൾക്ക് വലിയ ഡിമാൻഡ് അല്ലെങ്കിൽ വലിയ സ്വീകാര്യത കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ നാടൻ കോഴികൾ അല്ലെങ്കിൽ ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി മാത്രം വിൽക്കുന്ന നാടൻ കോഴികൾ 400-ന് 600-നൊക്കെയാണ് അതിൻ്റെ മാർക്കറ്റ് റേറ്റ് എങ്കിൽ, ഈ പുള്ളിക്കോഴികൾ അതിൻ്റെ മറ്റ് ശാരീരിക പ്രത്യേകതകൾ, അതായത് താടി തൊപ്പിയൊക്കെ അനുസരിച്ചിട്ട് 800 മുതൽ 1200 വരെ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വളർത്താൻ അറിയുകയും നന്നായി മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ നാടൻ കോഴി വളർത്തൽ സാധാരണക്കാരന് വളരെ എളുപ്പത്തിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കോഴി വളർത്തലുകളിൽ ഒന്നാണ്. പക്ഷേ കൃത്യമായിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി നാടൻ കോഴികളെ ആവശ്യപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ നിങ്ങൾ പുള്ളിക്കോഴികളെയും കൊണ്ടുപോയിട്ട് കാര്യമില്ല. പുള്ളിക്കോഴികൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ തന്നെ ആവശ്യക്കാരുടെ ഇടയിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. അതിന് പല ഓൺലൈൻ രീതികളും ഇന്ന് അവൈലബിൾ ആണ്. മാത്രമല്ല ആവശ്യക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓൺലൈനിലൂടെ നിങ്ങളുടെ കോഴികളെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.